മലങ്കര കാത്തലിക് ടിവിയുടെ വിശ്വാസവും യുക്തിയും എന്ന പരമ്പരയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചാണല്ലോ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തു രഹസ്യങ്ങളെ തേടിയുള്ള കൂടുതൽ ചോദ്യോത്തരങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അച്ഛാ, കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ യേശു ദൈവമാണെന്നും അതേസമയം ചരിത്ര പുരുഷനാണെന്നും മനസ്സിലാക്കി. യേശു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. എന്നാൽ യേശു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ് എന്ന വിശ്വാസം യുക്തിക്ക് യോജിച്ചതാണ്. അതിനെ എങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത്? ബ്രദർ ജോസഫ് കാഞ്ചവന, ഇത് വളരെ നല്ലൊരു ചോദ്യമാണ്. നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ ത്രിയേക ദൈവമാകുന്ന ദിവ്യരഹസ്യവും യേശുക്രിസ്തു രഹസ്യവും ദൈവപുത്രൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ചുള്ള രഹസ്യവും യുക്തി കൊണ്ട് മാത്രം മനസ്സിലാക്കുവാനോ വിശദീകരിക്കാനോ ആവുന്ന ഒരു കാര്യമല്ല. ഒരു ബന്ധത്തിലൂടെ മാത്രമാണ് യേശുക്രിസ്തുവിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ത്രിയേക ദൈവം എന്ന കേന്ദ്ര രഹസ്യത്തെയും ബന്ധത്തിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ബന്ധത്തിൻ്റെ തുടക്കമാണ് വിശ്വാസം. ദൈവം സ്വയം വെളിപ്പെടുത്തുമ്പോൾ ഈ വെളിപാടിനെ സ്വീകരിക്കുവാനുള്ള എളിമയും തുറവിയും വിധേയത്വവും സമർപ്പണവും നമുക്ക് അനിവാര്യമാണ്. യേശുക്രിസ്തു ദൈവത്തെ വെളിപ്പെടുത്തിയത് എങ്ങനെയാണ്? ദൈവം യേശുക്രിസ്തുവിൻ്റെ ആബാപിതാവാണ്. തൻ്റെ കുരിശുമരണത്തിലൂടെ പുനരുത്ഥാനത്തിലൂടെ യേശുക്രിസ്തു നമ്മളെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മളെ പിതാവായ ദൈവത്തിൻ്റെ മക്കളാകാൻ യോഗ്യരാക്കിയെന്നാണ്. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് വസിക്കുമ്പോഴാണ് നാം പിതാവായ ദൈവത്തിൻ്റെ ദത്തെടുക്കപ്പെടുന്ന മക്കളായി ഉയർത്തപ്പെടുന്നത്. ഇത് ഗലാത്യർക്കുള്ള ലേഖനം 4-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നാം യേശുക്രിസ്തുവിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും പിതാവായ ദൈവത്തിൻ്റെ മക്കളായി തീർന്നിരിക്കുന്നു. ഇതാണ് സദ്വാർത്ത. പിതാവായ ദൈവത്തിൻ്റെ മക്കളാകാനുള്ള ആഹ്വാനമാണ് സുവിശേഷ പ്രഘോഷണം. അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യേശുക്രിസ്തുവിൻ്റെ ദൈവത്വമാണ്. കാരണം യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം അംഗീകരിച്ചാൽ മാത്രമേ ദൈവം ത്രിയേക ദൈവമാണ് എന്ന സത്യം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഇനി യേശുക്രിസ്തു ദൈവവുമാണ് മനുഷ്യനുമാണ്. ഇതിനെങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത് എന്നാണ് ഇവിടുത്തെ ചോദ്യം. ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാകണമെങ്കിൽ 2 വാക്കുകൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒന്ന് പേഴ്സൺ, 2 നേച്ചർ. പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആളത്വം, നേച്ചർ എന്ന് പറഞ്ഞാൽ സ്വഭാവം. അപ്പോൾ യേശുക്രിസ്തുവിൽ ആളത്വം, പേഴ്സൺ, അതൊന്നാണ്. യേശുക്രിസ്തു ഒരു ദൈവിക ആളാണ്, ദൈവിക വ്യക്തിയാണ്, ഡിവൈൻ പേഴ്സൺ ആണ്. അത് ലോഗോസ് ആണ്, വചനം മാംസമായവനാണ്. പരിശുദ്ധ തൃത്വത്തിലെ 2ാമത്തെ ആളായ പുത്രൻ നമ്മുടെ രക്ഷയ്ക്കായി മനുഷ്യനായി തീർന്നു. അപ്പോൾ ഈ വ്യക്തിക്ക് 2 സ്വഭാവങ്ങളാണ് ഉള്ളത്. ഒന്ന് ദൈവിക സ്വഭാവവും 2 മനുഷ്യ സ്വഭാവവും. മനുഷ്യാവതാരത്തിലൂടെ പാപമൊഴികെ അവൻ എല്ലാ കാര്യങ്ങളിലും നമ്മളെപ്പോലെ ആയിത്തീർന്നു, നമുക്ക് സമനായിത്തീർന്നു. അതേ സമയത്ത് അവൻ ദൈവമാണ്. ദൈവം അല്ലാതാകുന്നില്ല, അങ്ങനെ ആകാനും പറ്റത്തില്ല. ദൈവമായിരിക്കെ അവിടുന്ന് മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? മനുഷ്യവംശത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ആദത്തിൻ്റെ പാപത്തിലൂടെ മനുഷ്യ സ്വഭാവം വികൃതമാക്കപ്പെട്ടിരിക്കുന്നു. ഈ മനുഷ്യ സ്വഭാവത്തെ ദൈവീകരിച്ച് ത്രിയേക ദൈവത്തിൻ്റെ ജീവനിലേക്ക് പങ്കുകാരാക്കുക എന്നുള്ളതാണ് രക്ഷ എന്നത്. അതിനുവേണ്ടി പുത്രനായ ദൈവം മനുഷ്യനായി തീരുകയാണ്. അപ്പോൾ ഒരു പേഴ്സണ് 2 നേച്ചറുണ്ട്,
ഒരു നേച്ചർ എന്താണ്? ദൈവീക സ്വഭാവം അല്ലെങ്കിൽ ഡിവൈൻ നേച്ചർ. 2 മനുഷ്യ സ്വഭാവം അല്ലെങ്കിൽ ഹ്യൂമൻ നേച്ചർ. ഈ ദൈവിക സ്വഭാവം എന്നത്, ഡിവൈൻ നേച്ചർ എന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും കോമൺ ആണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരേ സ്വഭാവമാണ് പങ്കുവെക്കുക, ഷെയർ ചെയ്യുക. ഒരേ നേച്ചർ, ഒരേ സത്തയാണ് 3 ആളുകളും ഷെയർ ചെയ്യുക. 3 ദൈവങ്ങളല്ല, 3 ആളുകൾ ഒരു ദൈവം. പക്ഷെ മനുഷ്യ സ്വഭാവം എന്നത് പുത്രനായ ദൈവത്തിൻ്റെ മാത്രം ഉള്ള ഒരു സ്വഭാവമാണ് എന്നത് ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഇത് കുറേ കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. പേഴ്സണും നേച്ചർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ ആനിമൽസിന്, മൃഗങ്ങൾക്ക് എന്തുണ്ട്? ഒരു മൃഗ സ്വഭാവമുണ്ട്. ഈ മൃഗസ്വഭാവം ഉള്ളതുകൊണ്ട് അവർക്ക് വിശക്കുന്നു, ദാഹിക്കുന്നു. വിശക്കുമ്പോൾ അവർ ഭക്ഷിക്കുന്നു, ദാഹിക്കുമ്പോൾ കുടിക്കുന്നു, ഉറങ്ങുന്നു. അങ്ങനെയുള്ള പല കാര്യങ്ങൾ, ഇതെല്ലാം സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളാണ്. അപ്പോൾ ഒരു ആനിമൽ ഏജൻറ്റിന്, ആനിമൽ പേഴ്സൺ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല, ആനിമൽ ഏജൻറ്റിന് ഒരു മൃഗ സ്വഭാവമുണ്ട്. ഇനി നമ്മൾ മനുഷ്യനിലേക്ക് കടന്നു വരുമ്പോൾ, ബാക്കിയെല്ലാം നമുക്ക് മറക്കാം. മനുഷ്യനിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് മനുഷ്യനിലും ഈ ഒരു ആനിമൽ നേച്ചർ ഉണ്ട്. മാൻ ഈസ് എ റാഷണൽ ആനിമൽ എന്ന് പറയാറുണ്ട് അല്ലേ ഫിലോസഫി. അപ്പോൾ ഈ ആനിമൽ നേച്ചർ ഒരു മനുഷ്യൻ, ഒരു ഹ്യൂമൻ പേഴ്സൺ, ഹ്യൂമൻ ആകുമ്പോൾ പേഴ്സൺ എന്ന് വിളിക്കാൻ പറ്റും. അതിന് കാരണം നമുക്ക് നോക്കാം. ഹ്യൂമൻ പേഴ്സണ് ഒരു ആനിമൽ നേച്ചറുണ്ട്, മൃഗസ്വഭാവമുണ്ട്. അതുകൊണ്ട് ഭക്ഷിക്കുവാനും കുടിക്കുവാനും ഉറങ്ങുവാനും അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടി ഈ സ്വഭാവത്തെ ഈ വ്യക്തി ഉപയോഗിക്കുന്നു. സോ പേഴ്സൺ ഓപ്പറേറ്റ്സ് യൂസിങ് നേച്ചർ. ഈ സ്വഭാവത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഈ വ്യക്തി, മനുഷ്യ വ്യക്തി ജീവിക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യനിൽ ഒരു ആനിമൽ നേച്ചറുണ്ട്. ഇത് കൂടാതെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തമാക്കുന്ന എന്താണ്? മനുഷ്യനിൽ ആത്മാവുണ്ട്. ഈ ആത്മാവിൻ്റെ 2 ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ 2 പ്രത്യേകതകളാണ് ഇൻ്റലക്ട് ആൻഡ് വിൽ. ഇൻ്റലക്ട്, ഈ ബുദ്ധിയിലൂടെ മനുഷ്യൻ ചിന്തിക്കുന്നു, മനസ്സിലാക്കുന്നു, ഓർക്കുന്നു, വിശകലനം ചെയ്യുന്നു അല്ലേ? ഇനി വില്ലിലൂടെ, വില്ലെന്താണ്? ഇച്ഛ. അതിലൂടെയാണ് തീരുമാനമെടുക്കുക. സ്വതന്ത്രമായ ഇച്ഛ മനുഷ്യനുണ്ട്. തീരുമാനമെടുക്കുന്നു, സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ വെറുക്കുന്നു, തിരഞ്ഞെടുക്കുന്നു. ഇതെല്ലാം വില്ലിൻ്റെ പ്രത്യേകതകളാണ്. ഇതെല്ലാം മനുഷ്യനിൽ ഒരു ആത്മാവ് ഉണ്ട് എന്നത് സൂചിപ്പിക്കുന്നു. മനുഷ്യൻ സൃഷ്ടിയുടെ മകുടമായി കാണപ്പെടുന്നത് ഇതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്നതിൻ്റെ വേറൊരു അർത്ഥം മനുഷ്യനിൽ ഒരു ആത്മാവ് ഉണ്ട് എന്നത് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പ്രസ്താവിക്കുന്നു. മൃഗങ്ങൾ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലല്ല സൃഷ്ടിക്കപ്പെട്ടത്, മനുഷ്യൻ മാത്രമാണ്. അപ്പോൾ ഒരു മനുഷ്യനിൽ ആത്മാവുണ്ട്, അവന് ചിന്തിക്കുവാനും ഇച്ഛിക്കുവാനും തീരുമാനമെടുക്കാൻ കഴിവുണ്ട്. അതുകൊണ്ട് മനുഷ്യനിൽ ഒരു മനുഷ്യ സ്വഭാവമുണ്ട് എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ഒരു മനുഷ്യ വ്യക്തിയിൽ എന്ത് കണ്ടു? 2 നേച്ചർ കണ്ടു. ഒരു ആനിമൽ നേച്ചറുണ്ട്. അപ്പോൾ ഈ ആനിമൽ നേച്ചർ ഉപയോഗിച്ചാണ് മനുഷ്യൻ ഉറങ്ങുകയും ഭക്ഷിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യുക. മനുഷ്യ വ്യക്തി തൻ്റെ മനുഷ്യ സ്വഭാവത്തെ ഉപയോഗിച്ചാണ് ചിന്തിക്കുക, ഇച്ഛിക്കുക, തീരുമാനമെടുക്കുക, ദൈവത്തിങ്കിലേക്ക് തൻ്റെ ചിന്തകളെ ഉയർത്തുക, അങ്ങനെയെല്ലാം ചെയ്യാൻ സാധിക്കുന്ന ഇതാണ്. ഒരു വ്യക്തിയും സ്വഭാവം തമ്മിലുള്ള, പേഴ്സണും നേച്ചർ തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. സോ പേഴ്സൺ ഓപ്പറേറ്റ്സ് യൂസിങ് നേച്ചർ. ഒരു പേഴ്സണിൽ ഒന്നിൽ കൂടുതൽ നേച്ചർ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്നിലുള്ള മൃഗമാണ് ഭക്ഷണം കഴിക്കുന്നത് എന്ന് ആരെങ്കിലും പറയുമോ? ഇല്ല, പറയില്ല. ചിലപ്പോഴൊക്കെ അങ്ങനെ കണ്ടാൽ തോന്നുമെങ്കിലും നമ്മൾ ആരെങ്കിലും അങ്ങനെ പറയുമോ? ഇല്ല. ചില പ്രത്യേകതകൾ കാണുമ്പോൾ മൃഗത്തിൻ്റെ അതേ സ്വഭാവമാണെന്ന് പറയും അല്ലേ? ചില മൃഗങ്ങളുടെ പേരും കൊടുക്കും. എന്നാലും ഈ വ്യക്തി മൃഗമായി മാറുകയാണോ? അല്ല. അപ്പോൾ ആനിമൽ നേച്ചർ മനുഷ്യൻ ഉപയോഗിക്കുമ്പോഴും നമ്മൾ പറയുമ്പോഴെന്താ പറയുന്നത്? ഈ മനുഷ്യൻ ഭക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. പേഴ്സൺ ഈസ് ഈറ്റിംഗ്
പേഴ്സൺ ഇസ് സ്ലീപ്പിംഗ് എന്നല്ല പറയുക. അപ്പോൾ സ്വഭാവത്താലാണ് പല കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിലും ആത്യന്തികമായി ആ ആള് അല്ലെങ്കിൽ വ്യക്തിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് നമ്മൾ പറയും. അതുകൊണ്ട് നമ്മൾ ആരും ആനിമൽ നേച്ചറിനെ കുറിച്ച് പറയാറില്ല. ഇപ്പം നമ്മൾ പറയുമ്പോൾ എന്താ പറയുക? മനുഷ്യ വ്യക്തിക്ക് മനുഷ്യ സ്വഭാവം. ഇനി നമ്മൾ യേശുക്രിസ്തുവിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ എന്താണ്? യേശുക്രിസ്തു ദൈവീക വ്യക്തിയാണ്. യേശുക്രിസ്തു ദൈവമാണ്. ഈ ദൈവം മനുഷ്യനായവനാണ്. അപ്പോൾ ദൈവം എന്ന നിലയ്ക്ക് ദൈവിക സ്വഭാവമുണ്ട്. ദൈവിക സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണ് സകലതും അറിയുന്നു, സകലതും ചെയ്യാൻ സാധിക്കുന്നു. പുത്രൻ തമ്പുരാൻ നിത്യനാണ്, ആൽഫയും ഒമേഗയുമാണ്. അവനെന്നും ഉണ്ടായിരുന്നു, അല്ലാതെ മറിയത്തിൻ്റെ ഉദരത്തിൽ സൃഷ്ടിക്കപ്പെട്ടതല്ല, അല്ലേ? എന്നും ഉണ്ടായിരുന്നവനാണ്, മനുഷ്യനായി അവതരിച്ചത്. അപ്പോൾ യേശുക്രിസ്തു എന്ന ദൈവിക വ്യക്തിക്ക് ഒരു ദൈവിക സ്വഭാവമുണ്ട്, ഒരു മനുഷ്യ സ്വഭാവവുമുണ്ട്. ഈ മനുഷ്യ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണ് മാനുഷികമായി ചിന്തിക്കുവാനും ഇച്ഛിക്കുവാനും തീരുമാനമെടുക്കുവാനും പ്രാർത്ഥിക്കുവാനും കഴിയുന്നത്, അല്ലേ? നമ്മൾ പലപ്പോഴും ഡൗട്ട് ഉണ്ടാവും, യേശുക്രിസ്തു എന്തുകൊണ്ടാണ്, ദൈവമാണെങ്കിൽ എന്തുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്? ഈ പ്രാർത്ഥിക്കുന്നത് എന്താണ്? മനുഷ്യത്വത്തിലാണ് പ്രാർത്ഥിക്കുന്നത്, മനുഷ്യ സ്വഭാവത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം എന്ന് പറയുമ്പോൾ അവിടെയെല്ലാം മാനുഷിക ഹിതത്തെക്കുറിച്ചുള്ള സൂചനയാണ്. മനുഷ്യ സ്വഭാവത്തിന് മാനുഷികമായ ഹിതമുണ്ട്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് യേശുക്രിസ്തുവിൽ മനുഷ്യ സ്വഭാവമുണ്ട്. ദൈവത്തിന് സഹിക്കാൻ പറ്റുമോ? ഇല്ല. ദൈവത്തിന് സഹനം സാധ്യമല്ല. അപ്പോൾ ദൈവം സഹിക്കണമെങ്കിൽ എന്താകണം? മനുഷ്യനായി പറ്റുള്ളൂ. ദൈവത്തിന് മരിക്കാൻ പറ്റുമോ? ദൈവം അമർത്യനാണ്. അമർത്യനായ ദൈവത്തിന് മരിക്കണമെങ്കിൽ മനുഷ്യനായി പറ്റുള്ളൂ. അപ്പം ഇതെല്ലാം മനുഷ്യ സ്വഭാവമുള്ളത് കൊണ്ടാണ് സാധ്യമാവുക. അപ്പം അങ്ങനെ വേണം നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ, പേഴ്സണും നേച്ചർ തമ്മിലുള്ള വ്യത്യാസം. യേശുക്രിസ്തു ഒരു വ്യക്തിയാണ്, ഒരാളാണ്. ഈ ആൾക്ക് രണ്ട് സ്വഭാവമുണ്ട്, ദൈവിക സ്വഭാവമുണ്ട്. ഈ ദൈവിക സ്വഭാവം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും കോമൺ ആണ്. മനുഷ്യ സ്വഭാവമുണ്ട്, അത് പുത്രൻ്റെ പ്രത്യേകമായ മാത്രമായുള്ള സ്വഭാവമാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യുക്തി കൊണ്ട് മാത്രം ഇത് അപഗ്രഥിക്കാവുന്ന കാര്യമല്ല. ഇത് വിശ്വാസത്തിലൂടെയും അതിലുപരിയായി സ്നേഹബന്ധത്തിലൂടെ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്നത് കൂടെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. അച്ഛാ, അപ്പോൾ യേശു പൂർണ്ണ മനുഷ്യനാണ് എങ്കിൽ എല്ലാ മനുഷ്യരെയും പോലെ പാപം ചെയ്യേണ്ടതല്ലേ? പക്ഷേ യേശു പാപം ചെയ്തിട്ടുണ്ടോ? ഇത് വളരെ രസകരമായ ഒരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെ പൂർണ്ണമായി നമ്മൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യന് ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളിലും യേശുക്രിസ്തുവിൽ ഉണ്ടാകണമല്ലോ. മനുഷ്യനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ട് വരുന്നത് മനുഷ്യനെല്ലാം പാപം ചെയ്യുന്നു. ഇതൊക്കെ നമ്മുടെ അനുഭവമാണ്. ചിന്തകളിലൂടെ ആകാം, വാക്കുകളിലൂടെ ആകാം, പ്രവൃത്തിയിലൂടെ ആകാം, ഉപേക്ഷയിലൂടെ ആകാം. അങ്ങനെ പല രീതിയിൽ നമ്മൾ പാപം ചെയ്തു പോകുന്നു. അപ്പോൾ യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യനാണെങ്കിൽ യേശുക്രിസ്തുവും പാപം ചെയ്യേണ്ടതല്ലേ? ഇത്രയും വർഷം ഭൂമിയിൽ ജീവിച്ചതല്ലേ എന്നൊരു ചിന്തയാണ്. അപ്പോൾ അവിടെ തന്നെ നമ്മൾ ഇതിനെ രണ്ട് രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒന്ന്, ദി ഫാക്തോ, അതായത് ഇൻ ഫാക്ട് ഡിഡ് ഹി സിൻ ഓർ നോട്ട്. യേശുക്രിസ്തു ജീവിച്ചു, മരിച്ചു, ഉത്ഥാനം ചെയ്തു. ഇനി 33 വർഷങ്ങൾ ഇവിടെ ആയിരുന്ന യേശുക്രിസ്തു പാപം ചെയ്തതായി ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ലേഖനങ്ങളിൽ, സുവിശേഷങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നൊക്കെയാണ് ഏറ്റവും ആദ്യം നമ്മൾ നോക്കേണ്ടത്. ഏറ്റവും ആദ്യം നോക്കാം, യേശുക്രിസ്തു തന്നെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തു യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 46-ാം വാക്യത്തിൽ തൻ്റെ എതിരാളികളോട് നേർക്ക് നേർ ചോദിക്കുകയാണ്, നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപം തെളിയിക്കാൻ കഴിയും? ആർക്കാണ് ഇങ്ങനെ പറയാൻ കഴിയുക? അപ്പോൾ യേശുക്രിസ്തു അത്രേ പരിശുദ്ധമായാണ് തൻ്റെ മനുഷ്യത്വത്തിലും ജീവിച്ചത്. കാരണം അങ്ങനെ എതിരാളികളാവുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാം, ഇത് പാപമാണ്, ഇത് പാപമാണ്.
പക്ഷെ അങ്ങനെ ഒരു പാപവും യേശു ക്രിസ്തുവിൽ ആരോപിക്കാൻ അവർക്ക് കഴിയുന്നില്ല. യേശു ക്രിസ്തു തന്നെ അതിനെക്കുറിച്ച് പറയുന്നു. ജോൺ 14:30 യേശു ക്രിസ്തു പറയുന്നു, ലോകത്തിൻ്റെ അധികാരിക്ക്, അതായത് സാത്താന് എൻ്റെ മേൽ അധികാരം ഇല്ല. മനുഷ്യൻ പാപം ചെയ്യുമ്പോഴാണ് സാത്താൻ്റെ അധികാരത്തിന് കീഴിലാവുക, അല്ലേ? പിന്നീട് പൗലോസ്ലീഹ 2 കൊരിന്തോസ് 5:21 പറയുന്നു, അവൻ പാപമറിയാത്തവനായിരുന്നു. ഹെബ്രായർ 4:15 ഗ്രന്ഥകർത്താവ് പറയുന്നു, അവൻ എല്ലാ കാര്യങ്ങളിലും നമ്മളെപ്പോലെ പരീക്ഷിക്കപ്പെട്ടുവെങ്കിലും അവൻ പാപം ചെയ്തില്ല. ബ്രദർ, ഹെബ്രായർ 7:26 വായിക്കാം. പരിശുദ്ധനും ദോഷരഹിതനും നിഷ്കളങ്കനും പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനും സ്വർഗത്തിനുമേൽ ഉയർത്തപ്പെട്ടവനുമായ ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ടായിരിക്കുക ഉചിതമായിരുന്നു. അപ്പോൾ മഹാപുരോഹിതനാണ് യേശു ക്രിസ്തു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പാപപരിഹാര ബലി അർപ്പിക്കുന്നവനാണ്. ഈ യഹൂദരുടെ പ്രശ്നം എന്തായിരുന്നു? ആണ്ടിലൊരിക്കലാണ് അതിവിശുദ്ധ സ്ഥലത്ത് ഹൈ പ്രീസ്റ്റ് പ്രവേശിച്ച് സ്വന്തം പാപത്തിൻ്റെ പരിഹാരത്തിനും ജനത്തിൻ്റെ പാപപരിഹാരത്തിനും ബലി അർപ്പിക്കുന്നു. അപ്പോൾ അവർക്ക് തന്നെ അറിയാം ഈ ബലി വ്യർത്ഥമാണ്. കാരണം ബലി അർപ്പിക്കുന്ന മഹാപുരോഹിതനും പാപിയാണ്. അപ്പോൾ പാപത്തിന് പരിഹാരം ചെയ്യേണ്ട ആൾ നിഷ്കളങ്കനായിരിക്കണം, ദോഷരഹിതനായിരിക്കണം, പാപമില്ലാത്തവനായിരിക്കണം. അത് ഉചിതമാണ് എന്ന് ഇവിടെ ഗ്രന്ഥകർത്താവ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. യേശയ്യാ പ്രവാചകൻ പുസ്തകം 53:9 ഒന്ന് വായിച്ചു നോക്കി. അവൻ ഒരു അതിക്രമവും ചെയ്തില്ല, അവൻ്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടുമില്ല. എന്നിട്ടും ദുഷ്ടരുടെയും ധനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. അവനു ക്ഷതമേൽക്കണമെന്നത് കർത്താവിൻ്റെ ഹിതമായിരുന്നു. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ യേശു ക്രിസ്തുവിൽ ഏറ്റവും കൂടുതൽ നിറവേറ്റപ്പെട്ട അധ്യായം പഴയ നിയമത്തിലുണ്ടെങ്കിൽ യേശയ്യാ 53 സഹനദാസനെ കുറിച്ചുള്ള ചിത്രം. ഇതാണ് യഹൂദർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു അധ്യായമാണ്. ഇതിന് അവർ അധികം ഗൗരവത്തോടെ എടുക്കത്തില്ല. കാരണം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് യേശു ക്രിസ്തുവിനെ അംഗീകരിച്ചേ പറ്റുകയുള്ളൂ. കാരണം സഹിക്കുന്ന ഒരു സഹനദാസനെ കുറിച്ച്, ജനത്തിൻ്റെ പാപത്തിന് വേണ്ടി, ആ പാപം നിഷ്കളങ്കനായിരിക്കെ സ്വന്തം ചുമലിൽ വഹിച്ചുകൊണ്ട് പാപപരിഹാരം ചെയ്യുന്ന ആ ഒരു ചിത്രം ഇവിടെയാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ അവിടെ നമ്മൾ കണ്ടത് എന്താണ്? പാപമില്ലാത്തവനായ അവൻ്റെ മേലാണ് പാപങ്ങളെല്ലാം ആരോപിക്കപ്പെട്ടത്. ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. ഇനി ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ യേശു ക്രിസ്തു സ്വയം പറയുന്നു, ഞാൻ പാപമില്ലാത്തവനാണ്. അല്ലെങ്കിൽ പുതിയ നിയമത്തിലെ ഗ്രന്ഥകർത്താക്കൾ പറയുന്നു, അവൻ പാപമില്ലാത്തവനാണ്. നമുക്ക് നോക്കാം ശത്രുക്കൾ എന്താണ് പറയുക. ഇപ്പം യോഹന്നാൻ 19:4 യേശു ക്രിസ്തുവിനെ വിധിക്കുന്ന പീലാത്തോസ് സ്വയം പറയുന്നു, അവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. ഇത്രയും വലിയ ജഡ്ജി, കണ്ടാൽ തന്നെ ആൾക്കാരെ സ്കാൻ ചെയ്ത് പറയാൻ കഴിയുന്ന ആള്, അവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ലെന്ന് അവൻ പറയുന്നു. വലത്തുവശത്തായിരിക്കുന്ന കള്ളനും പറയുന്നു, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. യേശുക്രിസ്തുവിന്റെ മരണശേഷം ശതാധിപൻ പറയുന്നു, ഇവൻ നിശ്ചയമായും ദൈവപുത്രനായിരുന്നു. ഇപ്രകാരം മരിക്കുന്നത് കണ്ട് അവൻ പറയുന്ന സാക്ഷ്യമാണ്. അപ്പോൾ പുറത്തുള്ളവരും യേശുക്രിസ്തു ദോഷരഹിതനാണ്, നിഷ്കളങ്കനാണ്, അവൻ ഒരു തെറ്റും കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പരസ്യമായിട്ട് അംഗീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, യേശുക്രിസ്തുവിന് പാപം ചെയ്യാൻ സാധിക്കുമായിരുന്നോ ഇല്ലയോ? ഞാൻ നേരത്തെ പേഴ്സൻ്റെയും നേച്ചറുടെ വ്യത്യാസം പറഞ്ഞപ്പോൾ നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്തൊരു കാര്യം, ഒരു കാര്യം ചെയ്യുന്നത് സ്വഭാവമല്ല, വ്യക്തിയാണ്, ആളാണ് ചെയ്യുക. അപ്പോൾ യേശുക്രിസ്തുവിലെ ആളത്വം, പേഴ്സൺ ആരാണ്? ലോഗോസ്, വചനമാണ്, പുത്രനായ ദൈവമാണ്. പുത്രനായ ദൈവം മാനുഷികമായി ഈ ഭൂമിയിൽ ജീവിക്കുന്നു. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു ദൈവിക വ്യക്തിയാണെങ്കിൽ യേശുക്രിസ്തുവിന് ഒരിക്കലും പാപം ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണ്? ദൈവമാണ്. ദൈവത്തിന് പാപം ചെയ്യാൻ പറ്റത്തില്ല. അത് കോൺട്രഡിക്ഷനാണ്, അത് അസാധ്യമാണ്. പരിശുദ്ധനായ ദൈവവും അശുദ്ധിയും പാപം ഒന്ന് ചേർന്ന് പോകുന്നില്ല. അത് ഇമ്പോസിബിളാണ്, അസാധ്യമായ ഒരു കാര്യമാണ്. വെളിച്ചമുള്ളിടത്ത് അന്ധകാരമില്ല. അപ്പം അങ്ങനെ സ്വഭാവത്താലേ അവൻ പാപരഹിതനാണ്, പാപം ചെയ്യാൻ അവന് സാധിക്കുകയില്ല.
ഇതാണ് നമ്മൾ വളരെ ശക്തമായിട്ട് അംഗീകരിക്കേണ്ട ഒരു യാഥാർത്ഥ്യം. അവന് ദൈവമായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതിൻ്റെ അർത്ഥം യേശു ക്രിസ്തു ഇംപെക്കബിൾ ആയിരുന്നു. അതായത് ഇറ്റ് വാസ് നോട്ട് പോസിബിൾ ഫോർ ഹിം ടു സിൻ. അവൻ ദൈവമായതുകൊണ്ട് പാപം ചെയ്യാൻ സാധിക്കുകയില്ല. തിയോഡോർ ഓഫ് മോപ്സുഎസ്തിയ ഇങ്ങനെ പ്രസ്താവിക്കുകയുണ്ടായി, യേശു ക്രിസ്തുവിന് പാപം ചെയ്യാൻ കഴിയുമായിരുന്നു, എന്നാലും പാപം ചെയ്തില്ല എന്നാണ്. തിയോഡോറിൻ്റെ ഈ പ്രസ്താവനയെ രണ്ടാം കോൺസ്റ്റന്റിനോപ്പിൾ സുനദോസ് 553 ശപിച്ചു തള്ളുകയാണ്. അവിടെ കൃത്യമായിട്ട് പ്രസ്താവിക്കുകയാണ്, ജീസസ് വാസ് ഇംപെക്കബിൾ. അവന് പാപം ചെയ്യാൻ സാധ്യമായിരുന്നില്ല. അച്ഛാ, അപ്പോൾ യേശുവിന് പാപം ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് പറയുമ്പോൾ യേശു സ്വതന്ത്രനായിരുന്നു. യേശുവിൻ്റെ സ്വാതന്ത്ര്യത്തെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? സ്നേഹമുള്ള ബ്രദർ, ഇവിടെ നമ്മൾ സ്വാതന്ത്ര്യം എന്താണ് എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ലോകത്തിൻ്റെ ദൃഷ്ടിയിലുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും വ്യത്യസ്തമാണ്. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ സ്വാതന്ത്ര്യം എന്താണ്? ഞാൻ എന്ത് ആഗ്രഹിക്കുന്നുവോ അതെനിക്ക് ചെയ്യാൻ സാധിക്കണം. ഐ ക്യാൻ ഡു വാട്ട് എവർ ഐ വോണ്ട് ടു ഡു. അതിന് തടസ്സം നിൽക്കുന്ന വ്യക്തികൾ, പ്രസ്ഥാനങ്ങൾ നമുക്ക് എതിരാളികളായിട്ടാണ് നമ്മൾ കാണുക. ഒരു പുരുഷനും സ്ത്രീയും തീരുമാനിക്കുകയാണ് വിവാഹം, അതൊക്കെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. നമുക്ക് പ്രായമായി 21 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു, നമുക്ക് ഒരുമിച്ച് താമസിക്കാം വിവാഹം കഴിക്കാതെ. അതെൻ്റെ സ്വാതന്ത്ര്യം, നിൻ്റെ സ്വാതന്ത്ര്യം, നമ്മൾ രണ്ടു പേർക്ക് ഇതിനകത്ത് പൂർണ്ണ സമ്മതമാണെങ്കിൽ അതിനെന്താ തെറ്റ് എന്നാണ് അവർ ചോദിക്കുക. അബോർഷനെ കുറിച്ച്, ഭ്രൂണഹത്യയെക്കുറിച്ച് ചോദിക്കുമ്പോഴും ഇതെൻ്റെ പ്രോപ്പർട്ടിയാണ്, അതെനിക്ക് വേണമെങ്കിൽ ഡിസ്പോസ് ചെയ്യാം, അത് ഞാൻ തീരുമാനിക്കും, ഞാനാണ് ഇതിൻ്റെ ഓണർ എന്ന രീതിയിൽ പറയുമ്പോൾ അവിടെ എല്ലാം സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വികലമായ കാഴ്ചപ്പാടാണ്. മനുഷ്യൻ വിചാരിച്ചിരിക്കും എനിക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാം ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. പക്ഷെ മനുഷ്യൻ ഇവിടെയും മറന്നു പോകുന്ന ഒരു കാര്യം, എൻ്റെ സ്വാതന്ത്ര്യം, മൈ ഫ്രീഡം എൻഡ്സ് വെയർ അനദർ പേഴ്സൺസ് നോസ് ബിഗിൻസ്. എനിക്ക് മാത്രമല്ല, എൻ്റെ സ്വാതന്ത്ര്യം ഒരു പങ്കുവെക്കപ്പെട്ട സ്വാതന്ത്ര്യമാണ്. സമൂഹത്തിലെ ഒരു അംഗം എന്ന നിലയിൽ എനിക്ക് തോന്നുന്ന, ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യം ചെയ്യാൻ സാധിക്കുകയില്ല. ഈ റോഡ് ടാർ ചെയ്യാനായിട്ട് എൻ്റെ അപ്പനാണ് പൈസ കൊടുത്തിരിക്കുന്നത്, കാറ് എൻ്റെ പൈസ കൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്, എൻ്റെ പൈസ കൊണ്ടാണ് ഞാൻ പെട്രോൾ ഒഴിച്ചത്, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള വേഗത്തിൽ ഈ കാർ ഓടിച്ചുകൊണ്ട് പോകാൻ സാധിക്കുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. റെഡ് ലൈറ്റ് ഒന്നും എനിക്ക് ബാധകമല്ല എന്ന് ആർക്കെങ്കിലും തീരുമാനിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഇത് താങ്കളുടെ ഫ്രീഡം ആണെങ്കിൽ മറ്റുള്ളവർക്കും സുരക്ഷിതമായി യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവർക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സോ ഇതൊരു മിഥ്യയാണ് ലോകത്തിൻ്റെ ദൃഷ്ടിയിലുള്ള എനിക്ക് എന്തും ചെയ്യാം എന്നുള്ള ഒരു ധാരണ എന്നത്. എന്താണ് ദൈവമക്കളുടെ സ്വാതന്ത്ര്യം? ദൈവമക്കൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് നോട്ട് വാട്ട് ഐ വോണ്ട് ടു ഡു ബട്ട് വാട്ട് ഐ ഓട്ട് ടു ഡു. ഞാൻ ചെയ്യേണ്ടത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ദൈവം ആഗ്രഹിക്കുന്നത് ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ഒരു മത്സ്യത്തിന്, അക്വേറിയത്തിൻ്റെ ഉള്ളിലായിരിക്കുന്ന മത്സ്യത്തിന്, ഫിഷിന് തോന്നും അയ്യോ എൻ്റെ സ്വാതന്ത്ര്യം മുഴുവൻ ഹനിക്കപ്പെട്ടിരിക്കുന്നു, ഇതിൽ മാത്രമേ എനിക്ക് കറങ്ങാൻ പറ്റത്തുള്ളൂ, അവരെൻ്റെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്നു, എനിക്ക് പുറത്തു പോകാൻ ആഗ്രഹമുണ്ട്, ആരെങ്കിലും എന്നെ ഫ്രീ ആക്കൂ. ഈ ഫിഷിൻ്റെ ഈ വാശി കണ്ടുകൊണ്ട്, ആഗ്രഹം കണ്ടുകൊണ്ട് പുറത്താക്കിയാൽ മാത്രമേ ഫിഷിനെ മനസ്സിലാകത്തുള്ളൂ. വെൻ ഇസ് ഫിഷ് മോർ ഫ്രീ, ഇൻസൈഡ് ദി വാട്ടർ ഓർ ഔട്ട്സൈഡ് ദി വാട്ടർ? ഇൻസൈഡ് ദി വാട്ടർ. വെള്ളത്തിനുള്ളിലായിരിക്കുമ്പോൾ ഫിഷിനത് സ്വാതന്ത്ര്യം നിഷേധമായിട്ട് അനുഭവപ്പെട്ടാലും യഥാർത്ഥ സ്വാതന്ത്ര്യം വെള്ളത്തിലാണ് ഫിഷിന്. അപ്പോൾ മനുഷ്യൻ്റെയും യഥാർത്ഥ സ്വാതന്ത്ര്യം ദൈവത്തിൽ ആയിരിക്കുമ്പോഴാണ്. മനുഷ്യൻ എന്നുമുള്ള പ്രശ്നം ഇത് തന്നെയാണ്. പറുദീസയിൽ ദൈവം നന്മ തിന്മയെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം നന്മയും തിന്മയും തീരുമാനിക്കാനുള്ള അവകാശം സൃഷ്ടികർത്താവിന് മാത്രമാണ്. മനുഷ്യന് സ്വന്തമായി നന്മ തിന്മ തീരുമാനിക്കാൻ പറ്റത്തില്ല. അതിൽ കൈ കടത്താൻ പാടില്ല. അതിൽ കൈ കടത്തി എന്നുള്ളതാണ് പ്രശ്നം ആദത്തിൻ്റെ.
കാരണം സാത്താൻ ഇട്ടുകൊടുത്ത ചിന്ത എന്താണ്? നീ സ്വതന്ത്രനല്ല. ദൈവം നിന്നോട് ഇന്ന് പറയും ഇത് ഭക്ഷിക്കരുത്, നാളെ പറയും അത് ചെയ്യരുത്. അപ്പം നീ വെറും ഒരു അടിമയാണ്. നിനക്ക് സ്വാതന്ത്ര്യമില്ല. നിനക്ക് സ്വാതന്ത്ര്യം വേണമെങ്കിൽ ഇപ്പോൾ ഇടപെട്ടോണം. നിനക്ക് എന്തു ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത് ചെയ്യാൻ സാധിക്കണം. അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ബാക്കിയെല്ലാം അടിമത്തമാണ്. ഈ ഒരു തെറ്റിദ്ധാരണയാണ് ആദത്തിൻ്റെ മനസ്സിൽ സാത്താൻ ഇട്ടുകൊടുത്തത്. അതിലാണ് അവർ വീണുപോയത്. ഇത് മനുഷ്യൻ്റെ വീഴ്ചയുടെ ഒരു വലിയ സൂചനയാണ്. 1 കൊരിന്തോസ് 15:45 യേശുക്രിസ്തുവിനെ രണ്ടാമത്തെ ആദം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. റോമ 5:12 മുതൽ 21 ആദ്യത്തെ ആദവും രണ്ടാമത്തെ ആദം തമ്മിൽ ഒരു വലിയ കമ്പാരിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ആദമായ ക്രിസ്തു പരീക്ഷിക്കപ്പെട്ടു. പക്ഷെ എന്താ ചെയ്തത്? ദൈവപുത്രൻ സ്വാതന്ത്ര്യം എന്നത് പിതാവായ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റലാണ്. പിതാവായ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുക എന്നുള്ളതാണ് പുത്രൻ്റെ ഭക്ഷണം. യോഹന്നാൻ 4:34. ഈ അനുസരണത്തെ അടിമത്തമായിട്ട് കാണുന്നില്ല. ഈ അനുസരണം പുത്രൻ്റെ സ്നേഹമാണ്. സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്, വിശ്വസിക്കുന്നത് കൊണ്ടും സ്നേഹിക്കുന്നത് കൊണ്ടുമാണ് ഞാൻ അനുസരിക്കുന്നത്. അതാണ് യോഹന്നാൻ 14:15. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നു. പിതാവിനെ ഞാൻ സ്നേഹിക്കുന്നു, പിതാവിനെ സ്നേഹിക്കുന്നു എന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് യേശുവിൻ്റെ ജീവിതം മുഴുവനും എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം. കാരണം നിൻ്റെ ഹിതമാണ് ശ്രേഷ്ഠം. ഇത് മനുഷ്യരെ പഠിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ ഹിതത്തിന് നമ്മളെ തന്നെ വിധേയമാക്കുന്ന ആ ഒരു അനുസരണമാണ് ദൈവപുത്രൻ്റെ സ്വാതന്ത്ര്യം. അതുകൊണ്ട് മനുഷ്യനെ പാപം ചെയ്യാൻ എന്താ സ്വാതന്ത്ര്യമില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുചോദ്യം ചോദിക്കാൻ പറ്റും. എന്താ പാപം ചെയ്യാതിരിക്കാൻ സ്വാതന്ത്ര്യമില്ലേ? ആ പാപം ചെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം അത് നമുക്ക് യേശുക്രിസ്തുവിൽ കാണാൻ സാധിച്ചുകൂടെ? പാപം ചെയ്യുന്നതിന് മുമ്പ് ആദം സ്വതന്ത്രനല്ലായിരുന്നു, സ്വതന്ത്രനായിരുന്നു. പാപം ചെയ്യുക എന്നത് അനിവാര്യമായിരുന്നില്ല. അതായത് മനുഷ്യൻ ഇപ്പോൾ ചിന്തിക്കുന്നത് പാപം ചെയ്യുക എന്നുള്ളത് പാർട്ട് ഓഫ് മാൻസ് നേച്ചർ എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ടു എറർ ഈസ് ഹ്യൂമൻ എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ജോൺ പോൾ സെക്കൻഡ് അതിനെ തിരുത്തി പറഞ്ഞു, അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. ടു എറർ ഈസ് ഡീവിയേഷൻ, ടു എറർ ഈസ് നോട്ട് ഹ്യൂമൻ. പാപം ചെയ്യാതിരിക്കുന്നതാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്ന കാര്യം. യേശു ക്രിസ്തുവിലാണ് മനുഷ്യൻ ആരാണ് എന്നത് പോലും വെളിപ്പെടുത്തപ്പെട്ടത് എന്ന് 2-ാം വത്തിക്കാൻ സുനദോസ് ഗൗഡിയം എറ്റ് സ്പെസ് 22 നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പാപം ചെയ്യുക എന്നുള്ളത് അനിവാര്യമല്ല. പാപം ചെയ്യാതിരിക്കാനും മനുഷ്യന് സാധിക്കും. പക്ഷെ അതിൻ്റെ അടിസ്ഥാനം എന്താണ്? അതിൻ്റെ അടിസ്ഥാനം പിതാവിനോടുള്ള സ്നേഹവും വിശ്വാസവും അനുസരണവും. അതാണ് പരിശുദ്ധ ദൈവമാതാവും ചെയ്തത്. അവളും സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കെ, പാപം ചെയ്യാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കെ, സാധ്യത ഉണ്ടായിരിക്കെ, പ്രലോഭനങ്ങൾ ഉണ്ടായിരിക്കെ, അവൾ ദൈവസ്നേഹത്തെ പ്രതി, അനുസരണത്തെ പ്രതി, വിശ്വാസത്തെ പ്രതി അവയെല്ലാം വേണ്ട എന്ന് വെച്ച് പരിശുദ്ധയായിട്ട് ജീവിച്ചു. ദൈവത്തിൻ്റെ ഹിതത്തിന് വിധേയപ്പെട്ട് ജീവിച്ചു. അപ്പോൾ ഈ ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള സങ്കല്പം ധ്യാന വിഷയമാക്കേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ ആഴത്തിലേക്ക് നാം എത്തേണ്ടിയിരിക്കുന്നു. കാരണം വിശുദ്ധരെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം എന്നത് നന്മയും തിന്മയും തമ്മിൽ ഉള്ള തിരഞ്ഞെടുപ്പല്ല, നന്മയും കൂടുതൽ നന്മ തമ്മിലുള്ള തിരഞ്ഞെടുപ്പാണ്. അതാണ് നമുക്ക് വേണ്ടത്. ഇന്ന് നമ്മൾ കണ്ടത് യേശു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ് എന്ന ചിന്തയാണ്. പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ് യേശു എന്നത് ഒരിക്കലും യുക്തിക്ക് നിരക്കാത്തതല്ല, യുക്തിക്ക് ചേർന്ന് പോകുന്നത് തന്നെയാണ്. അതോടൊപ്പം യേശുവിൽ ഒരു വ്യക്തിയും 2 സ്വഭാവവുമാണ് ഉള്ളത് എന്നും അച്ഛൻ നമുക്ക് പറഞ്ഞു തന്നു. ദൈവിക സ്വഭാവവും മനുഷ്യ സ്വഭാവവും. യേശു ഒരിക്കലും പാപം ചെയ്തിട്ടില്ല. പാപം ചെയ്യാതിരിക്കുക എന്നത് മനുഷ്യ സ്വഭാവത്തിന് എതിര് അല്ല, മറിച്ച് പാപം ചെയ്യാതിരിക്കുക എന്നതും ഒരു സ്വാതന്ത്ര്യമാണ് എന്നും അച്ഛൻ നമ്മെ പഠിപ്പിച്ചു, നമുക്ക് പറഞ്ഞു തന്നു. അടുത്ത എപ്പിസോഡുകളിൽ ആദിമ നൂറ്റാണ്ടുകളിൽ ക്രിസ്തു രഹസ്യത്തെ മനസ്സിലാക്കുന്നതിൽ വന്ന വ്യതിചലനങ്ങൾ, അവയാണ് പാഷണ്ഡതകൾ എന്ന് പറയുക. അവ എന്തൊക്കെയായിരുന്നു എന്നും അവയെ സഭയുടെ സുനഹദോസുകൾ എപ്രകാരമാണ് പ്രതിരോധിച്ചതെന്നും ശരിയായ വിശ്വാസം എപ്രകാരമാണ് പഠിപ്പിച്ചത് എന്നും ഉള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എല്ലാവർക്കും നന്ദി.